വയനാട് വൈത്തിരിയിലെ സഹപാഠികളുടെ മർദ്ദനത്തിൽ ദളിത് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വൈത്തിരി സ്വദേശിയായ +2 വിദ്യാർത്ഥിയുടെ വലത് കൈ ഒടിഞ്ഞു. 2 വിദ്യാർത്ഥികളുടെ പേരിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാനൊരു രോഗിയാണ്. എൻ്റെ നോക്കേണ്ട മോനും ഞങ്ങൾ 4 പേരാണ് വീട്ടിലിരിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോനൊരു പാവാണ്. ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അറിയാം. എനിക്കൊന്നും പറയാനില്ല. എൻ്റെ മോൻ്റെ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. കഴിഞ്ഞ മാസം 21-നാണ് വൈത്തിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ 17-കാരനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചത്. വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ വലതുകൈ ഒടിഞ്ഞു. മർദ്ദിച്ച വിദ്യാർത്ഥിക്കെതിരെ ഇതിനു മുൻപും പരാതികൾ ഉയർന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. 17-കാരനായ വിദ്യാർത്ഥി 9 ദിവസമായി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച ഞാൻ പ്രിൻസിപ്പാളിനെ നേരിട്ട് എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഞങ്ങൾ ഇതാരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പ്രിൻസിപ്പാൾ നേരെ സ്റ്റേഷനിലേക്ക് പരാതി ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. അതിൻ്റെ മുഖാന്തരം ഞങ്ങൾക്ക് ഇവിടുന്ന് വൈത്തിരി പോലീസുകാർ ഇവിടെ വന്ന് ഇവരെ മൊഴി കാര്യങ്ങളെടുത്തു. അതിൻ്റെ ഇതിൽ വെച്ചാൽ ഇവർ ജാതി ആക്ഷേപത്തിൻ്റെ ഇതിൽ കുറേ ഇവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് SMS വഴി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേസും കൂടി ഇവർ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തേക്ക് 9ാമത്തെ ദിവസമായി. ഇതെന്തായി ഏതായി എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. സംഭവത്തിൽ വൈത്തിരി പോലീസ് 2 വിദ്യാർത്ഥികൾക്കെതിരെ പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുത്തു. ന്യൂസ് മലയാളം, വയനാട്.